നിങ്ങൾ തിരിഞ്ഞു വന്നു, രേണു തിരിഞ്ഞു വന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. കിച്ചുവിനോട് ഒന്ന് വിളിക്കണേ. ഇപ്പഴേ ഡോറ് പൊളിച്ചോണ്ട് പോലെ എനിക്ക് നന്നാക്കാൻ പറ്റുന്നില്ല. ചേട്ടാ ഒരു മിനിറ്റ് വണ്ടി എടുത്ത് ഡോറ് മറ്റേ അരപ്രസംഗത്തിന്റെ അടുത്ത് ജഗതിച്ചേട്ടൻ പോകുന്ന പോലെ ആക്കരുത്. അതാക്കരുത് എന്റെ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ രേണു ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെത്തിമറ്റം കാസിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം, ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. മുന്നോട്ടുള്ള വണ്ടികളും ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഉറപ്പോടുകൂടി ചേച്ചിക്ക് ഐശ്വര്യം രേണു വാങ്ങിച്ചു കൊടുക്കുക. രേണു വാങ്ങിച്ച് കിച്ചുവിന് കൊടുക്കുക. കിച്ചുവിന് കൊടുക്കുക. കിച്ചു ആ സൈഡ് ഒരു മിനിറ്റ്, ആ സൈഡ് അവിടെ വന്നു, ഇവിടെ വന്നു. രേണു അല്ല കിച്ചു, അമ്മ കീ തന്നത് ആദ്യമായിട്ട് രേണു കിച്ചുവിന്റെ കയ്യിലാ തന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കാറൊക്കെ എടുത്തില്ലേ? ഹാപ്പി അല്ലേ? എന്തുകൊണ്ടാ കിച്ചുവിന്റെ കയ്യിൽ തന്നെ ആ കീ കൊടുക്കണമെന്ന് തോന്നിയിരുന്നു? മൂത്തവനവനല്ലേ, ഇളയവനെ ഒന്നും അറിയില്ലല്ലോ. രണ്ടുപേരുടെയും കൊടുക്കാൻ പക്ഷെ ആ കുഞ്ഞിനൊന്നും അറിയാം. അപ്പൊ കിച്ചുവല്ലേ മൂത്ത മോൻ. അതെ, സൂച്ചാട്ടം കഴിഞ്ഞ പിന്നെ കിച്ചുവല്ലേ ഞങ്ങക്ക് കുടുംബത്തിലല്ലേ. അതെ, അതുകൊണ്ട് അവന് കൊടുത്തു. അവനല്ലേ ഞങ്ങളുടെ കുടുംബനാഥൻ ഇപ്പോഴത്തെ. അവന് കൊടുത്തു. കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു കാർ സ്വന്തമാക്കിയതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലുണ്ടാവും. ഈ വണ്ടി തന്നെയാണോ മേടിക്കുന്നത്? പിള്ളേർക്ക് കുറ്റം പറഞ്ഞവര് കാണുമല്ലോ, കാരണം അവർക്ക് പുതിയ കുറ്റം കണ്ടുപിടിക്കണ്ടേ, അതിനവര് കാണുമല്ലോ. കാണണമെന്ന് ആവശ്യം എന്തൊക്കെ വരുമോ ആവോ. അതിന്റെ അടി കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. BMW ഒന്നും അല്ലല്ലോ, ഒന്നും അല്ല. BMW അല്ല, ഞങ്ങൾ സാധാരണക്കാരെ. ഞങ്ങൾക്ക് ഈ കാറെ നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. BMW ഒന്നിപ്പം വലിയ കാശില്ല. സന്തോഷം. ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ ഓർത്തത്. അപ്പം ബ്ലൂ തന്നെ, നല്ല നേവി ബ്ലൂ. നേവി ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത ഇനി കാറാണോ പ്ലെയിൻ ആണോ എന്നൊക്കെ പിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിന് എത്ര മൈലേജ് കിട്ടും? എനിക്കതൊന്നും അറിയത്തില്ല. മൈലേജ്